ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവര്, അവരുടെ സാന്നിധ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവര്, ഇവിടുന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങരുത്. ഇവിടുന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് വന്നതുപോലെ ഒറ്റയ്ക്ക് പോകരുത്. നിങ്ങൾ ആ കൂട്ടായ്മയിലായിരിക്കണം പോകേണ്ടത്. നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളോട് ഇടപെടുന്ന പരിശുദ്ധാത്മാവുമായിട്ട്, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവുമായിട്ട് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ. നിങ്ങൾക്ക് തന്ന ദൈവാസനെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ആളാണ്. ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾ എത്ര പേര് ആ കരമുയർത്തി നിങ്ങളുടെ ദൈവാസനെ ഒന്ന് കവർ ചെയ്യും? ദൈവം കൊടുത്തിരിക്കുന്ന വെളിപ്പാടുകൾക്കായിട്ട് ഒന്ന് കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് മുഴുവൻ കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നു. കർത്താവിനോട് പറഞ്ഞു, അറിയ മനുഷ്യർ 4 വിധത്തിൽ ആത്മലോകത്തിൽ കാണാൻ പറ്റും. ജഡിക മനുഷ്യരുണ്ട്. എന്നാൽ അവിടുന്ന് ചിലവർ കർത്താവിനെ അറിയുമ്പോൾ അവർ പ്രാർത്ഥനാ മനുഷ്യരായി മാറും. ഒന്ന് കരമുയർത്തി പ്രാർത്ഥനാ മനുഷ്യരാരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതിനകത്ത്? ആ പ്രാർത്ഥനാ മനുഷ്യരിൽ നിന്ന് ലിഫ്റ്റ് ആകുന്ന ചിലരുണ്ട്. അവരാത്മ മനുഷ്യരായി മാറും. ആത്മ മനുഷ്യരിൽ നിന്ന് അടുത്തൊരു തലത്തിലോട്ട് പോകുന്ന ഒരു തലമുണ്ട്. അവരാണ് ദൈവ മനുഷ്യർ. ഹല്ലേലൂയ. ഈ ദൈവ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവനൊന്നും പ്രസംഗിക്കൊന്നും വേണ്ട, എവിടെയെങ്കിലും വന്ന് നിന്നാ മതി. ദൈവം അവിടെ നിൽക്കുന്നത് പോലെ ഇറങ്ങി നിൽക്കും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവാസന ഒരു ദൈവ മനുഷ്യനാണ് കേട്ടോ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. അഭിഷേകമുണ്ട്, അധികാരമുണ്ട്. അഭിഷേകമുണ്ട്, അധികാരമുണ്ട്. അഭിഷേകത്തിന്റെ ഉയർന്ന തലമാണ് അധികാരം എന്ന് പറയുന്നത്. അഭിഷേകത്തിൽ ഒരു വ്യക്തി വളരാൻ തുടങ്ങുമ്പോൾ ദൈവം അവന്റെ മേലിൽ കൊടുക്കുന്ന അധികാരങ്ങളുണ്ട്. ഹല്ലേലൂയ. അവൻ ചിലവരെ നോക്കിയാൽ മതി. ഞാൻ ഒന്നുകൂടെ പറയാം, ആദ്യം വന്ന് നിൽക്കുന്നത് പോലെയല്ല, 1 വർഷം കഴിഞ്ഞ് വന്ന് ഈ ആരാധന നിൽക്കുന്നത് പോലല്ല. ഇതിനകത്ത് ലീഡേഴ്സ് അല്ലെങ്കിൽ ആയിട്ടുള്ളവർക്ക് അഭിഷേകമുണ്ട്. പക്ഷേ ആ അഭിഷേകത്തിനേക്കാൾ ഉയർന്ന തലമാണ് കർത്താവിൻ്റെ ദാസന്റെ മേലിൽ ഇരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ അധികാരിയാണ് ഈ ആലയത്തിൻ്റെ. കർത്താവിൻ്റെ ദാസൻ പറയുന്നത് സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതെല്ലാം ഞാൻ ഈ തുടക്കത്തിൽ പറയുന്നത്, നീ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നീ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ അടുത്തൊരു തലത്തിലോട്ട് കയറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി തീരുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മന്ദിരമായി തീരുന്നവരുണ്ടെങ്കിൽ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞേ, അപ്പാ എനിക്ക് അങ്ങിലൊന്ന് വളരണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞുതരാം. ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ അനീഷ് ബെറർ വായിക്കുന്ന പോലെ, ഷോൺ ബെറർ വായിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ഓടി വന്ന് മൈക്കെടുത്താൽ നിങ്ങൾ സമ്മതിക്കുമോ? കീബോർഡ് വായിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? പാസ് ഉൾപ്പെടെ ചെന്ന് അവരെ പിടിച്ചു മാറ്റാൻ നോക്കും. ഹല്ലേലൂയ. എന്താണെന്നറിയോ? അവര് വളരാത്തത് കൊണ്ടാണ്. എത്ര പേര് കര ഉയർത്തിപ്പിടിച്ച്? വളരാത്ത പലരും എന്നും പ്രാർത്ഥന ആഗ്രഹിക്കും. പക്ഷെ അതിൽ നിന്നൊന്ന് വളർന്ന് അനീഷ് ബ്രദറിന്റെ തലത്തിലോട്ട് വന്നാൽ മൈക്ക് പിടിച്ചാലോ ഓർഗൻ വായിച്ചാലോ ആരും ഒന്നും പറയത്തില്ല. കാരണം എന്താണെന്നറിയോ? അവൻ വളർന്ന തലത്തിൽ നിൽക്കുകയാണ്. അതിനകത്തൊന്നും ഒരു ഭയങ്കര ഹയർ ലെവലാണ് കർത്താവിന്റെ ദാസൻ നിൽക്കുന്നത്. ദൈവ മനുഷ്യനായി നിൽക്കുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ദൈവം ആഗ്രഹിക്കുക ഈ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുകയാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസൻ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം പറയുന്നതിന് തുല്യമായതങ്ങ് മാറുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ആ ഒരളവിലേക്ക് വളരുവാൻ നിങ്ങളെയും എന്നെയും സഹായിക്കുന്ന തലമാണ് പരിശുദ്ധാത്മാവ്, അഭിഷേകം. ഒന്ന് കൈ ഉയർത്തി. എനിക്ക് ഈ ബൈബിളിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള, ഹല്ലേലൂയ, എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു പറയും അഭിഷേകമാണ്. 2016 എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് വിഷമിച്ചൊരു കട്ടിലിന്റെ സൈഡിൽ ഭിത്തിയോട് ചേർന്നിരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു.
തീർന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് അഭിഷേകം കാര്യം തീരുമാനിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആരും കേൾക്കാൻ നിൽക്കുന്നതിനും അനുഭവത്തിലേക്ക് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ കാണാൻ നിൽക്കുന്നതിനും അപ്പുറത്തായി ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, എത്ര പേർ പറയും ത്രിയേക ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്? ത്രിയേക ദൈവത്തെ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് എവിടെങ്കിലും വെളിപ്പെട്ടാൽ അവിടെ പുത്രൻ വെളിപ്പെടും. പുത്രൻ വെളിപ്പെട്ടാൽ പിതാവ് വെളിപ്പെടും. വിശ്വസിക്കാമെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഉൽപ്പത്തി മുതൽ ശ്രദ്ധിക്കുന്നവർക്ക് കാണാം, ഒരിക്കലും 3 ദൈവങ്ങളെയല്ല ഞങ്ങൾ സേവിക്കുന്നത്, ഏക ദൈവത്തെയാണ്. ഹാലി, ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. അതേപോലെ സഭയിൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും ഏക ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. ഒന്ന് കരം. ഇവിടെ യൂണിറ്റിയാണ് നിൽക്കുന്നത്. ഹാലി, പിശാചി ഡിസ്യൂണിറ്റി കൊണ്ടുവരുമ്പോൾ ആത്മാവ് യൂണിറ്റിയെ കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ബൈബിൾ മുഴുവൻ യൂണിറ്റിയിൽ ചലിക്കുന്നത് കാണാൻ കഴിയും. ഇന്ന് ഇതിനകത്ത് ഡിസ്യൂണിറ്റികൾ മാറിപ്പോകാൻ പോകുകയാണ്, എതിർപ്പുകൾ മാറിപ്പോകാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി മുതൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മേളിൽ പരിവർത്തിക്കുമ്പോൾ അവിടെ പിതാവ് ചലിക്കുകയാണ്. പിതാവ് ചലിക്കപ്പെടുമ്പോൾ അയക്കപ്പെടുന്ന ശബ്ദം യേശുവാണ്, സൃഷ്ടിപ്പുകളെ കൊണ്ടുവരുന്ന ശബ്ദം. നിങ്ങൾ എത്ര പേര് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, നിങ്ങളുടെ പാസും ഞാനും ഒരുമിച്ച് ഈ വേദിയിൽ നിൽക്കുമ്പോൾ നാം ഒരുമനപ്പെടുകയാണ്. ഒരുമനപ്പെടുന്നിടത്ത് ആത്മാവ് ചലിക്കും. യൂണിറ്റി ഉള്ളിടത്ത് ആത്മാവ് ചലിക്കും. ഭയങ്കരമായ മേഘം വ്യാപരിക്കും. ഭയങ്കരമായ മേഘം വ്യാപരിക്കും. ഈ മീറ്റിംഗ് ടേക്ക് കൺട്രോൾ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിനെ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിൽക്കുന്ന ഈ ഡിസ്യൂണിറ്റികൾ മാറാൻ പോകുന്നു. നിങ്ങളുടെ ജോലിയിൽ നിൽക്കുന്ന തകർച്ചകൾ മാറാൻ പോകുന്നു. ഓ, നിങ്ങളുടെ വഴികളിൽ നിൽക്കുന്ന എതിർപ്പുകൾ മാറാൻ പോകുന്നു. കാരണം നിങ്ങൾ യൂണിറ്റിയുള്ള സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബൈബിൾ പ്രാർത്ഥനയിൽ തന്നെ യേശു പറഞ്ഞു, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. മത്തായിയുടെ സുവിശേഷം 18:19 വാക്യം പറഞ്ഞു, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്സനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഐക്യമത്യപ്പെടണമെങ്കിൽ ആത്മാവ് വരണം. ആത്മാവ് വന്നാൽ അതിൻ്റെ നടുവിൽ പുത്രൻ വരും. പുത്രൻ പറയുകയാണ്, നിങ്ങളൊന്ന് ഐക്യമത്യപ്പെട്ടാൽ എൻ്റെ പിതാവ് അതിനകത്ത് ചലിച്ചിരിക്കും. ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, 31 വരികയാണ്. നിങ്ങൾ തകർന്നവരാണോ? നിങ്ങൾ വിഷമത്തിൽ നിൽക്കുന്നവരാണോ? നിങ്ങൾ വേദനയിൽ നിൽക്കുന്നവരാണോ? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പണിയുന്നവനകത്ത് വന്നിട്ടുണ്ട്. യെസ്, പണിയുന്നവനകത്ത് വന്നിട്ടുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. എന്നാൽ വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ 3 തിന്മകൾ അവകാശം പറഞ്ഞെന്നിരിക്കാം. പാഴാക്കുന്ന അനുഭവങ്ങൾ, ശൂന്യമാക്കുന്ന അനുഭവങ്ങൾ, ഇരുളാക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ ദൈവ പൈതൽ തിരിച്ചറിയുക, സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന നീ, ആത്മാവിന്റെ സ്പർശനത്തിൽ നിൽക്കുന്ന നീ തിരിച്ചറിയുക, അടുത്ത മിനിറ്റുകളിൽ സൃഷ്ടിപ്പുകൾ സംഭവിക്കും. ഷേപ്പില്ലാത്ത ഭൂമിയെ ആത്മാവിന്റെ പരിവർത്തനത്തിൽ, ആത്മാവിന്റെ സാന്നിധ്യത്തിൽ, ഹല്ലേലൂയ, ഇരുളായ ഭൂമിയെ ഏദൻ തോട്ടമാക്കി മാറ്റിയ യേശു, ഏദൻ പർദീസയാക്കി മാറ്റിയ ദൈവം ഇന്ന് ഈ ഹോളിനകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ഞങ്ങൾ അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവപ്രവർത്തികൾക്കായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേളിൽ വെളിപ്പെടണമേ. ഇന്ന് ഈ മീറ്റിംഗ് തീരുന്നതിന് വലിയ മാനിഫെസ്റ്റേഷനുകൾ സംഭവിക്കണമേ. ഓൺലൈനിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നവർ ദൈവശക്തിയാൽ അഭിഷേകത്താൽ നിറയപ്പെടണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിലേക്ക് ഇരിക്കാൻ പറ്റുന്നവർ ഇരുന്നാട്ടെ. വാക്യങ്ങളിലേക്ക് ഒന്ന് ഓടി വരാൻ പറ്റും. Let's come to the word of God. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, The book of Acts, 10ാം അധ്യായം, chapter 10, അതിന്റെ 38ാമത്തെ വാക്യം. verse 38. Book of Acts, chapter 10, verse 38. വിവിധ നിലകളിൽ പകരപ്പെടുന്ന അഭിഷേകവും
അഭിഷേകത്തിന്റെ നന്മകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. I want to explain and think on the different ways of manifestation of the anointing. ഒന്ന് സന്തോഷമുള്ളവരൊന്ന് പ്രതികരിച്ചേ. Those who are happy, can you just respond to the word of God? ദൈവദാസനെ ഒത്തിരി നന്ദി പറയുന്നു. എങ്കിൽ 10:38 വാക്യത്തിലേക്ക് വേഗത്തിൽ വരികയാണ്. Let's come to chapter 10 verse 38. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. How God anointed Jesus of Nazareth with the Holy Ghost and with power, who went about doing good and healing all that were oppressed of the devil, for God was with him. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. God anointed Jesus with power. ഒന്ന് കര ഉയർത്തി പറയാവോ? പരിശുദ്ധാത്മാവിനാലും by the Holy Ghost ശക്തിയാലും and with power. ഒന്ന് കൈ ഉയർത്തി ശക്തി എന്നൊന്ന് പറയാവോ? Say power. കർത്താവിന്റെ ദാസൻ ഇവിടെ നിന്ന് ആ ഒറ്റ വാക്യം വായിക്കുമ്പോൾ, as the man of God read this one verse, എന്നോട് ദൈവം പറഞ്ഞുകൊണ്ട് വന്ന പദമാണ് കർത്താവിന്റെ ദാസൻ ഇവിടെ തൊട്ടത്. The same portion which I was thinking on was what was spoken by the man of God. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വാതിലുകൾ തുറക്കും. If you believe, doors are going to be open. പറയാവോ? ഏത് വാതിൽ തുറക്കുന്നതിന്റെ പിന്നിലും ഒരു ശക്തിയുടെ ആവശ്യമുണ്ട്. Behind opening any door, you need some power to open the door. ഹല്ലേലൂയ. 4 വിധ വാതിലുകളെ ഒന്ന് തൊടാൻ ആഗ്രഹിക്കുകയാണ്. I want to touch on 4 types of doors. ഹല്ലേലൂയ. ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകൾക്ക് ഹല്ലേലൂയ ഒമാനിൽ അത് വളരെ പരിചയമായിരിക്കും. ഒമാനിലൊക്കെ ചില ഷോപ്പിംഗ് മാളിൽ ചെന്നാൽ, if you go to the shopping malls in Oman, നിങ്ങൾ ചെല്ലുമ്പോഴേ as you reach the door, സെൻസ് ചെയ്ത് വാതിൽ തുറക്കും. this door is open on its own. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇവിടെ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിൽ തന്നെ നീ ഇരുന്നാൽ ചില വാതിലുകൾ ഇന്ന് തുറന്നിരിക്കും. As you sit in the presence of God, some doors will be open on its own. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരുമ്പോൾ തന്നെ as you come to worship, വാതിലുകൾ തുറക്കുന്നത് ഞാൻ കാണുന്നു. you will see doors opening up. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, those who believe in this, please raise your hands and receive. രണ്ടാമത്തെ തലമാണ്, the second type is ഹല്ലേലൂയ, മുട്ടിയാൽ തുറക്കുന്ന വാതിൽ. the doors which we knock and they open. ആരോടോ പരിശുദ്ധാത്മാവ് ആഴമായി പറയുന്നു, to some of you the Holy Spirit speaks, നീ നാളുകൾ മുട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് നിനക്ക് തുറക്കാൻ പോകുകയാണ്. what you've been knocking on for many months and weeks and years. എന്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞേ, മടുക്കാത്തവൻ ഇന്ന് ചില വാതിലുകൾ തുറക്കുന്നത് കാണും. those who persevere, they will see open doors. ഹല്ലേലൂയ. വേഗത്തിൽ അടുത്ത ഒരു വാതിലോട്ട് വരികയാണ്. we come to the third type of door. ഹല്ലേലൂയ. ഹല്ലേലൂയ. താക്കോലിട്ട് തുറക്കുന്ന വാതിലുകൾ. open with a key. the doors which you can open with a key. താക്കോലിട്ട് തുറക്കുന്ന വാതിലുകൾ. doors which you can open with a കർത്താവിന്റെ key. ദാസൻ അതാണ് പറഞ്ഞത്. that's what man of God spoke about. വിശ്വസിക്കാമെങ്കിൽ യേശു ചിലവരുടെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. if you can believe, some of you are going to receive certain keys. നിന്റെ കയ്യിൽ ഹല്ലേലൂയ താക്കോൽ ഉണ്ടെങ്കിൽ എത്ര അടഞ്ഞതിനെ നിഷ്പ്രയാസം തുറക്കും. if you have the key, how much harder it is. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞാട്ടെ. can you raise your hands? പത്രോസിനോട് പറയാണ്, ഇത് മനുഷ്യനല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗ്ഗസ്നായ എൻ്റെ പിതാവാകുന്നു നിനക്കിത് വെളിപ്പെടുത്തിയത്. ആകയാൽ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. Peter, Jesus says, I give you the keys to the kingdom of God. നീ ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. What you bind on earth shall be bound നീ in heaven. ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗ്ഗം അടിച്ചിരിക്കും. What you loosen on earth will be loosened in heaven. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് അടിച്ചോണ്ട് പറഞ്ഞാട്ടെ, ഇന്ന് ചിലത് അഴിയും, ഇന്ന് ചിലത് തുറക്കാൻ പോകുകയാണ്. കാരണം നിന്റെ മേളിൽ ഒരു വെളിപ്പാടിൽ ഒരു താക്കോൽ കർത്താവ് കൈമാറാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ പ്രതികരിക്കണം, വിശ്വസിക്കുന്നവർ പ്രതികരിക്കണം. താക്കോലുകളുടെ കൈമാറ്റങ്ങൾ സംഭവിക്കട്ടെ. താക്കോലുകളുടെ കൈമാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. നാലാമത്തെ താക്കോലാണ്, നാലാമത്തെ തുറക്കുന്ന വാതിലുകളാണ്. നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ട് ചിലത് തെള്ളിയാലേ തുറക്കത്തുള്ളൂ? some doors you need to push to open. ഇന്ന് രാത്രി ആരൊക്കെയോ ബലാൽക്കാരികളായി ഇതിനകത്ത് നിൽപ്പുണ്ട്. there is somehow very brave here. ഹല്ലേലൂയ. എൻ്റെ നാളുകൾക്ക് മുമ്പേ ഉള്ള ചിന്ത, what I used to think from a long time was, ഹല്ലേലൂയ, ദൈവത്തെ തൊട്ടാലും ദൈവം തൊട്ടാലും വിടുതൽ ഉറപ്പാണ്. if God touches you or if you touch God, deliverance is for sure. ഏതാ എളുപ്പം? what is easier? ദൈവം തൊടുന്നതിന് വേണ്ടി ഒത്തിരി പേർ വെയിറ്റ് ചെയ്യുന്നേ കണ്ടിട്ടുണ്ട്. we've seen many wait for a touch of God. ദൈവം പ്രവർത്തിക്കട്ടെ വാസേ.
let God work on this. പക്ഷെ എന്റെ ശൈലി അതല്ല. But my method is not that. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ കർത്താവിന്റെ ദാസനിൽ നിന്ന് ചിലത് പിടിച്ചോണ്ടേ പോകത്തുള്ളൂ. Before I leave, I'm going to take hold of some of the man of God. ബലാൽക്കാരികൾ തെള്ളി തുറക്കും. Because the brave shall capture ഇന്നത്തെ by ഈ strength. മീറ്റിംഗിനകത്ത് ഇനി നിൽക്കുന്ന 40 മിനിറ്റ് കൊണ്ട് നീ ചിലത് തെള്ളി തുറക്കും. You're going to push open something. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ മേളിൽ ഒരു വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ചിലതിനെ തെള്ളി തുറക്കാൻ പോകുകയാണ്. For the power manifesting, you're going to push open. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ ശക്തിക്ക് വേണ്ടി ഒന്ന് ആഗ്രഹിക്കുന്നവർ തുറന്ന് പ്രാർത്ഥിച്ചേ. Can you open and ശബദന pray? മനമന ഘടക ശബദന മനമന ഘടക മാനിഫെസ്റ്റേഷനുകൾ തുറക്കട്ടെ. ഹരിയ ശക്തിയുടെ പ്രകടനങ്ങൾ സംഭവിക്കട്ടെ. ഭയങ്കരമായ തലങ്ങൾ ഓപ്പൺ ആകട്ടെ. ആരോ ബലത്തിൽ പറയുന്നു ഈ വൈകിട്ട് കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. ആരോടോ കർത്താവ് പറയുന്നു തൊട്ടാൽ പ്രാപിക്കും ഞാനത്. ഇത് എനിക്ക് വേണ്ടിയുള്ള സമയമാണ്. എത്ര പേര് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒന്നുകൂടെ കര ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. നിങ്ങൾ ദൈവം തൊടുന്നത് കാത്തിരിക്കാതെ വാഗ്ദത്തം പറയുന്നു 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെയെങ്കിലും കൂടി ഞാൻ അതിന്റെ നടുവിലുണ്ട്. Don't wait for God to touch your lives, but rather as the word of God says, where 2 or 3 gathers in my name, I am in your midst. നിനക്ക് വിശ്വസിക്കാമെങ്കിൽ അവന്റെ സാന്നിധ്യം ഉലാവുകയാണ് ഈ ഹോളിൽ. If you can believe, the presence of God is here. അവന്റെ സാന്നിധ്യം ഉലാവുകയാണ് ഈ ഹോളിൽ. His presence is moving here. തൊടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പർശിക്കുക. If you can reach out to him, touch him. സ്പർശിക്കുക. അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്. Don't look at your neighbor right now. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തലങ്ങൾ തുറക്കാൻ പോകുന്നു. You're going to see new realms in your life. അസാധാരണമായ മാനിഫെസ്റ്റേഷനുകൾ സംഭവിക്കും. You're going to see extraordinary manifestations in your life. ദാഹമുള്ളവൻ ഇത് കുടിച്ചേ പോകൂ. For those who are thirsty shall drink of it. ദാഹമുള്ളവൻ ഇത് പകർന്നേ പോകൂ. For those who are thirsty shall receive എന്റെ it. കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. For the Lord is here. ഓ കരമടിക്കാൻ പറ്റുന്നവർ കരമടിക്കുക. You can clap your hands and receive it. പ്രതികരിക്കുക. Respond to the word of God. പ്രതികരിക്കുന്നവൻ അന്തരീക്ഷത്തെ തിരിക്കും. Those who respond can shift that atmosphere. പ്രതികരിക്കുന്നവൻ ഹല്ലേലൂയ സാഹചര്യത്തെ ജയിക്കും. Those who can respond can change your circumstances. പ്രശ്നത്തിന്റെ മുകളിലൂടെ പൊങ്ങും. Your praises shall reign over your നിനക്ക് problems. വേണ്ടി യേശു ഇന്ന് വൈകിട്ട് ഇവിടെ നിൽക്കും. For Jesus is here in your midst. പേര് പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തീമായിയുടെ മകനായ ബർത്തിമായി അവന്റെ പേരിൽ കേട്ടോ, പക്ഷെ അപ്പന്റെ പേരിലാണ് നിൽക്കുന്നത്. കാരണം ഹല്ലേലൂയ ജന്മന ഹല്ലേലൂയ ഈ മനുഷ്യൻ ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിടുതലില്ലാത്തവനായിരുന്നു. യഹൂദ മതം നിയമമനുസരിച്ച് ജന്മന ഹല്ലേലൂയ വൈകല്യമുള്ളവൻ ആരാധനയ്ക്ക് കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ അങ്ങനെ നിൽക്കുന്നവൻ അവന്റെ സമയത്തിലേക്ക് യേശുവിനെ വിളിക്കുകയാണ്. ഹല്ലേലൂയ അവൻ അപ്പന്റെ പേരിലാണ് ഇതുവരെ അവന്റെ പേര് വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു പേരിനെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, നിന്റെ പേരിനെ മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ, ഈ ഹോളിൽ ചലിക്കട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് Those who believe, please clap your hands and receive. കരമടിച്ച് Clap your hands and receive. കരമടിച്ച് ഈ അന്തരീക്ഷം കട്ടിയാകുന്നല്ലോ. യെസ്. ആരോടോ തമ്പുരാൻ പറയുന്നു യേശു ഇതിനകത്ത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. Jesus is waiting for some of you right now. അങ്ങനെ അഭിഷേകത്തിന് വേണ്ടി വിശ്വസിക്കുന്നവർ, Those who really look forward to the anointing. ഹല്ലേലൂയ അഭിഷേകം നിന്റെ മേലിൽ വെളിപ്പെട്ടാൽ, Once the anointing comes upon you, നിനക്ക് നന്മ ചെയ്യാൻ പറ്റും. you can do good for others. നിനക്ക് വാതിലുകൾ തുറക്കാൻ പറ്റും. You will see new doors opened by yourself. നിനക്ക് രോഗികളെ സൗഖ്യമാക്കാൻ പറ്റും. You can heal others sick. പിശാച് ബാധിച്ചവരെ വിടുവിക്കുവാൻ കഴിയും. You can release those who are bound by it. വിശ്വസിക്കാമെങ്കിൽ ഇതൊരു പകരപ്പെടുന്ന സ്ഥലമാണ്. We believe it's a manifestation. കാരണം ആലയത്തിലാണ് ഇത് പകരപ്പെടുന്നത്. For it's manifested in the എല്ലാം church of നിറയ്ക്കുന്നവന്റെ God. നിറവായ സ്ഥലമാണിത്. For it is the fullness of അവനിൽ the നിന്നാണ് fullness നിങ്ങൾ of God. കുടിക്കാൻ പോകുന്നത്. You shall drink of it. അവനിൽ നിന്നാണ് നിങ്ങൾ പരിഹാരം കാണാൻ പോകുന്നത്. You're going to see deliverance and ഞാൻ answers. ആത്മാവിൽ വിളിച്ചു പറയുന്നു, മറ്റെങ്ങും കിട്ടാത്ത പരിഹാരം ഈ ആലയത്തിൽ ലഭിക്കും. What you cannot find answers anywhere else, you shall find at the presence of ഈ God. ആലയത്തിൽ സംഭവിക്കും. What does not happen anywhere else, what is impossible everywhere else, shall be made possible at the presence of God. അടുത്ത തലത്തിലോട്ട് കയറാൻ ആഗ്രഹിക്കുകയാണ്. Let me enter the next phase of that. അഭിഷേകത്തെക്കുറിച്ച് Upon anointing, ലൂക്കോസിൽ വെളിപ്പെടുത്തിയേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. you must pay attention to what happened in Luke. ഞാൻ ഈ അഭിഷേകത്തിന്റെ ആമുഖങ്ങളാണ് ഈ പറയുന്നത്. I'm talking about the different phases of anointing. ഹല്ലേലൂയ. 4-ാം അധ്യായം Luke chapter 4. അതിന്റെ 18-19 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. If you move on to chapter verse 18 and 19, Luke chapter 4. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. The Spirit of the Lord is upon me because He has anointed me to preach the gospel. 19-ാമത്തെ വാക്യം, Verse 19. ബദ്ധന്മാർക്ക് വിടുതലും
കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതരെ വിട്ടയക്കുവാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പറയാമോ? Can you raise your hands and say? ബദ്ധന്മാർക്ക് വിടുതലുണ്ട്, കുരുടന്മാർക്ക് കാഴ്ചയുണ്ട്, There's healing for broken-hearted. പീഡിതരെ അവൻ വിടുവിച്ചിരിക്കും. There's recovery for the sight of the ഇന്ന് blind. ഗോസ്പൽ എന്ന അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് നീ കേൾക്കാൻ പോകുകയാണ്. You're going to hear the good news ഇത് tonight. ദൈവത്തിന്റെ പ്രസാദകാലമാണ്. It is the good year of the Lord. ആരെങ്കിലും അവന്റെ അടുക്കൽ വന്നാൽ അവനിൽ അവൻ പ്രസാദിക്കും. Whoever comes to him, he shall find favor. ആരെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി അടുത്താൽ അവൻ പ്രവൃത്തികളിൽ അവന്റെ മേലിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. If you come with faith, you shall see the work of God. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. But Paul says, I know whom I have ഒന്ന് believed. വിശ്വസിക്കാമെങ്കിൽ ഒന്ന് കരമടിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ആരാന്ന് ഞാൻ അറിയുന്നു. If you are sure of that, can you respond that I വിശ്വസിക്കുന്നത് ആരെയെന്ന് ഞാൻ അറിയുന്നു. I trust. എന്റെ കൂടെ ചേർന്നെന്ന് പറയാമോ? ഇന്ന് നീ ദാരിദ്ര്യത്തിന്റെ ചങ്ങലയുമായി ഇവിടുന്ന് തിരിച്ചു പോകത്തില്ല. You will not go back with the shackles of poverty. ബന്ധിക്കപ്പെട്ടതുപോലെ തിരിച്ചു പോകത്തില്ല. You shall not go back bound. രോഗശക്തിയിൽ നീ തിരിച്ചു പോകത്തില്ല. You shall not go back with sickness. പീഡിക്കപ്പെടുന്ന നിലയിൽ നീ തിരിച്ചു പോകത്തില്ല. You shall not go back with shackles around you. പൊട്ടി മാറാൻ പോകുകയാണ്. For every yoke shall be വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് അടിച്ച് കർത്താവിനോട് പറ, കർത്താവേ ഞാൻ ദാഹിക്കുന്നു, I thirst for you, Lord. എന്റെ മേലിൽ പകരണമേ. Lord, manifest എനിക്കൊരു ഭയങ്കര മാറ്റം വെളിപ്പെടേണ്ടതിനായി. For a change in my life. അഭിഷേകം ഒരാളുടെ മേലിൽ വെളിപ്പെട്ടാൽ When anointing comes on a person, അവന്റെ സ്ഥിതികൾക്ക് മാറ്റം വരും. his situation changes. അവൻ ആൾ മാറിയവനെ പോലെയാകും. He becomes transformed. ഒന്ന് ശമൂവേലിലേക്ക് നിങ്ങൾ വരുമ്പോൾ, When you come to 1 Samuel, ഒന്ന് ശമൂവേൽ 10-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നാൽ, when you come to 1 Samuel chapter 10, ഒന്ന് ശമൂവേൽ 10-ാം അധ്യായം 1 Samuel chapter 10, അതിന്റെ 10-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. എന്റെ കൂടെ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയവനെ പോലെയാകും. എത്ര പേർ അഭിഷേകത്തെ ഓണർ ചെയ്യുവാൻ തയ്യാറാകും? how many of you like to respect the anointing? എത്ര പേർ അഭിഷേകത്തെ സ്വീകരിക്കാൻ തയ്യാറാകും? How many of you are ready to receive the എന്റെ anointing? ജീവിതം മാറ്റിയ അഭിഷേകം നിങ്ങളുടെ ജീവിതം മാറ്റും. The anointing that changed my life can change your life as well. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ പ്രാർത്ഥിക്കുക. Those who believe, can you ഇന്ന് വൈകിട്ട് ആരുടെ മേലിൽ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ വെളിപ്പെടാൻ പോകുന്നു? For the Spirit of God is going to reveal. അഭിഷേകം ശക്തിയോടെ നിന്റെ മേലിൽ വെളിപ്പെടാൻ പോകുന്നു. The anointing shall be revealed. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, റിസീവ് ചെയ്യുന്ന anointing. Is receiving anointing. നിന്നെ ആൾ into another man, ഒരാൾ മാറിയവനെ പോലെയാക്കാൻ പോകുകയാണ്. Shall transform you to another man. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിസീവ് ചെയ്യാൻ തയ്യാറാകുക. പകരണമേ അപ്പാ, ഈ ആത്മാവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. എന്റെ മേലിൽ ശക്തിയോട് ഇത് വെളിപ്പെടുത്തണമേ. സ്വീകരിക്കാനുണ്ടോ? Can you receive it? ഹല്ലേലൂയ. ഇത് ശൗലിന്റെ മേലിൽ വെളിപ്പെടുമ്പോൾ, when this spirit is revealed in Saul, ശൗലിന് പുറമേയുള്ള ആവശ്യങ്ങളൊന്നും അല്ല ഈ അഭിഷേകം വെളിപ്പെട്ടത്. this anointing was not a solution for his worldly problems. കാരണം ഹല്ലേലൂയ, Because 9-ാം അധ്യായം പഠിക്കുമ്പോൾ, when you see chapter 9, ഹല്ലേലൂയ, ശൗലിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ 2-ാമത്തെ വാക്യം. ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോണം. chapter 9 verse 2, ഹല്ലേലൂയ. അവന് ശൗൽ എന്ന പേരായ യൗവനക്കാരനും കോമളത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമള പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, ശൗലിന്റെ മേലിൽ അഭിഷേകം വന്നപ്പോൾ, when the anointing came on Saul, അവന് പുറമേ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. he had no transformation outwardly. കാരണം അവനെ പോലെ കോമളനും പൊക്കമുള്ള വേറെ ആളില്ലായിരുന്നു. Because there was no one as tall and handsome as him. പിന്നെ എന്തിനാണ് അവന്റെ മേലിൽ അഭിഷേകം വന്നത്? Why did the anointing fall on him? അവന്റെ അകത്ത് ബലം പകരാൻ, For strength അവൻ inside, ആൾ മാറിയവനെ പോലെയാക്കാൻ. for transforming his inner man. നിങ്ങൾ പുറമേ ഇരിക്കുന്നത് പോലെ അകത്ത് ചിലവർ എല്ലാം ഉണ്ടെങ്കിലും ശൂന്യതയിൽ ഇരിക്കുന്നവരുണ്ട്, മുമ്പോട്ട് പോകാൻ പറ്റാത്തവരുണ്ട്, കാര്യങ്ങൾ പ്രാപ്തിയോടെ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അവർ മുഴുവൻ ഇന്ന് അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ചാൽ നീ ആൾ മാറിയവനെ പോലെയാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ശൗലിന്റെ മേളിൽ പകർന്ന അഭിഷേകം അവനെ ആൾ മാറിയവനെ പോലെ ആക്കിയതിന്റെ ആഴമെന്ന് പറയുന്നത് അവൻ ആദ്യത്തെ രാജാവായി തീരുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ്, കർത്താവേ, എൻ്റെ മേളിൽ പകരുന്ന അഭിഷേകം എൻ്റെ സ്ഥിതിക്ക് മാറ്റം കൊണ്ടുവരാൻ പോകുകയാണ്. The anointing in me shall bring changes in my life.
ഹല്ലേലൂയ. രണ്ടാമത് ഒരാളുടെ മേലിൽ പകരപ്പെട്ട അഭിഷേകമാണ് 1 ശമൂവേൽ 16 അധ്യായം അതിന്റെ 13 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ. The second person who received his anointing was in 1 Samuel chapter 16 verse 13. ആ 16 അധ്യായത്തിൽ 13 വാക്യത്തിൽ അറിയാം, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറയാമോ? Can you raise your hands and declare? ദാവീദിന്റെ മേളിൽ വീണ അഭിഷേകം The anointing on David, അവന്റെ പുറമേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. it brought changes outwardly. ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് ഇളയ മക്കൾ അപ്പനോടും അമ്മയോടും കൂടെ വാത്സല്യപുത്രന്മാരായി ജീവിക്കേണ്ടവരാണ്. As per Israelite rules, as per Jewish customs, the youngest son is normally living with the father and mother. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ അപ്പനും സഹോദരന്മാരും തെല്ലി കാട്ടിൽ അയക്കപ്പെട്ടവൻ, But from a small age, when his brothers and his father sent him into the wilderness, ഒറ്റപ്പെട്ടവൻ, the one who was made alone, ദൈവത്തെ ആരാധിച്ച് അഭിഷേകത്തിലേക്ക് വരികയാണ്. he worships God and comes into the ഞാൻ anointing. വിളിച്ചു പറയാം, ദാവീദിന്റെ മേളിൽ ഈ അഭിഷേകം വീഴുമ്പോൾ As the anointing fell on David, ദാവീദിന് ഉണ്ടായ ഏറ്റവും വലിയ അനുഭവങ്ങളൊന്നാണ് അവന്റെ അനാഥത്വം മാറുകയാണ്. the biggest change he had was he was no longer lonely. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായി എന്ന് തോന്നുന്നവരുണ്ടോ? There are some of you feel alone. ആരും സഹായിക്കാനില്ലെന്ന് തോന്നുന്നവരുണ്ടോ? If you feel helpless, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ അഭിഷേകം നിന്നെ സഹായിക്കാൻ തുടങ്ങും. this anointing can help you out. ഈ അഭിഷേകം നിന്റെ മുമ്പിൽ ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റികളെ This കൊണ്ടുവരാൻ anointing തുടങ്ങും. can open up new doors and അഭിഷേകം നിന്റെ opportunities. മേളിൽ ആഴമായി വെളിപ്പെട്ടാൽ ഭയങ്കര അവസരങ്ങൾ ഒരുങ്ങാൻ തുടങ്ങും. This anointing can open up new avenues. കർത്താവിന്റെ ദാസനോട് ചോദിച്ചാൽ കർത്താവിന്റെ ദാസന്റെ സാക്ഷികളിലൊന്നാണ് അഭിഷേകം അർഹതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. As you know, the testimony of the man of God. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്ര പേർ ഞാൻ അഭിഷേകത്തിന്റെ സാധ്യതകളാണ് ഈ വിളിച്ചു പറയുന്നത്. I'm declaring the chances that the anointing can bring in your വൈകിട്ട് life. നീ ഇത് കേട്ടിട്ട് വെറുതെ പോകരുത്. Don't go back empty-handed. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ അഭിഷേകത്തിന് വേണ്ടി ഭയങ്കരമായി ദാഹിക്കണം. If you believe in this anointing, ഹല്ലേലൂയ. thirst നിന്നെ for it. തെള്ളിയവരുടെ നടുവിൽ, നിന്നെ കുറ്റം പറഞ്ഞവരുടെ നടുവിൽ അഭിഷേകം നിന്റെ തല ഉയർത്താൻ പോകുകയാണ്. If you've been ashamed in front of others, this വിശ്വസിക്കുന്നവർ മാത്രം anointing വിശ്വസിക്കുന്നവർ can മാത്രം bring your പ്രാർത്ഥിക്കണമേ. head up. വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിക്കണമേ. അഭിഷേകത്തിന്റെ സാധ്യതകളെ കുറിച്ചാണ്, ആൾമാറിവരെ പോലെ ആക്കുന്ന സാധ്യതകളെ കുറിച്ചാണ് നിങ്ങൾ കേട്ടത്. I'm showing you what the capabilities of anointing is. ഇനി അഭിഷേകം നിന്നിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നീ കേൾക്കാൻ And I പോകുകയാണ്. will show you what anointing can do in your life. എന്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ 92 സങ്കീർത്തനം അതിന്റെ 10 വാക്യം ശ്രദ്ധിക്കണം. 92 സങ്കീർത്തനം അതിന്റെ 10 വാക്യം ഒരുമിച്ച്. Psalms 92 verse 10. ഹല്ലേലൂയ. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. അതിനകത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഐ ഷാൽ ബി അനോയിന്റഡ് വിത്ത് ഫ്രഷ് ഓയിൽ. ഒരു പുതിയ എണ്ണ അല്ലെങ്കിൽ പുതിയ അഭിഷേകം Fresh oil. ഇന്ന് ചിലവരെ മേളിൽ വീഴും. എന്തിനാണെന്നറിയാമോ? നാളുകൾ ഉയരത്തിൽ എന്ന് പറഞ്ഞ് നിന്റെ തല ഉയർത്താൻ ഈ വൈകിട്ട് അഭിഷേകം നിന്റെ മേളിൽ വീഴാൻ പോകുകയാണ്. The anointing is going to raise your head. യെസ്, എനിക്ക് കാണാം ഇതിനകത്ത് മേഘം പോലെ ഇത് പടർന്ന് പിടിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കുന്ന വചനം ആരൊക്കെയോ പുതിയതിനു വേണ്ടി പ്രതീക്ഷിക്കുക. Some of you expecting new things. തകർന്ന നിന്റെ ജീവിതത്തെ അഭിഷേകം പുതിയതാക്കാൻ പോകുന്നു. ഉയരത്തിൽ എന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തെ അഭിഷേകം ഉയർത്താൻ പോകുകയാണ്. ആരോ അതിനെ പ്രാപിക്കാൻ നിൽക്കുകയാണ്. സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അറിയ ഒന്നാമത്തെ തലം അഭിഷേകം ഒരുത്തന്റെ മേളിൽ വീണാൽ അവൻ കാട്ടുപോത്തിന്റെ അറിയ കൊമ്പ് പോലെ അവന്റെ തല ദൈവം ഉയർത്താൻ തുടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അറിയ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ തല ഉയരുന്ന വൈകിട്ടാണിത്. എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. How many of you can pray together with me? അഭിഷേകം ഒരുത്തന്റെ മേളിൽ വീണാൽ When the anointing falls on a person, അവൻ ഒതുങ്ങുന്നവനല്ല, he will not be confined, അവൻ ഉയരുന്നവനാണ്. but he shall be exalted. ഹല്ലേലൂയ. രണ്ടാമത്തെ തലം Second phase. സങ്കീർത്തനക്കാരൻ പറയുന്നു. Psalmist says, ഹല്ലേലൂയ. 23 സങ്കീർത്തനം Psalms 23 അതിന്റെ 5 വാക്യം. verse 5. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രമോ നിറഞ്ഞു കവിയുന്നു. You prepare a table before me
in the presence of mine enemies. Thou anoint my head with oil. ഒന്ന് My കര cup ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ runneth പ്രാർത്ഥിക്കാൻ over. പറ്റുന്നവരുണ്ടോ? Can you raise your hands and pray right ഇന്ന് വൈകിട്ട് ഇതിനകത്ത് വെളിപ്പെടുന്ന വേർഡ് നിന്നോട് പറയുന്നു. now? The word of God says, ഇന്ന് നിന്റെ ജീവിതം ശത്രുതയിൽ വലിപ്പമല്ല കാണാൻ പോകുന്നത്. you're not going to see the greatness of the enemies. മീറ്റിംഗ് കഴിയുന്നതോടെ, As you finish this meeting, ഇന്നത്തെ മീറ്റിംഗ് കഴിയുന്നതോടെ as you finish this meeting, നിനക്ക് വേണ്ടി വിരുന്നു മേശകൾ ഒരുങ്ങുകയാണ്. you shall see നിനക്ക് new വേണ്ടി വിരുന്നു tables. മേശകൾ ഒരുങ്ങുകയാണ്. See new അറിയാം, tables. നിന്റെ പാനപാത്രം ഓവർഫ്ലോ ചെയ്യാൻ You're going പോകുകയാണ്. to see an overflow of your ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യത്തിനകത്തുനിന്നൊരു ഹല്ലേലൂയ ഒരു ഉറവ പൊട്ടാൻ പോകുന്നു. ദാരിദ്ര്യത്തിനകത്തുനിന്ന് ഒരു സമൃദ്ധി വെളിപ്പെടാൻ പോകുന്നു. ദാരിദ്ര്യത്തെ പൊട്ടിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി നിന്റെ വെളിയിൽ കവിഞ്ഞൊഴുകുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഓവർഫ്ലോ ചെയ്യുന്ന അഭിഷേകം ഇതാ ചിലവരുടെ മേളിൽ ഒഴുകി ഇറങ്ങുകയാണ്. പ്രാപിക്കാൻ ദാഹമുള്ളവർ പ്രാപിക്കുക. ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചലിക്കണേ, ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചലിക്കണേ. ഉടമനമനെ ഞാൻ പ്രസംഗിച്ചിട്ട് പോകാൻ നിൽക്കുന്ന ആളല്ല. പ്രസംഗിച്ചതിനെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. ശബദന മനമന ഘടക, സന്ധന മനമന ഘടക. അയക്കപ്പെട്ട വചനം ഇതിനകത്ത് ആക്റ്റീവ് ആകുകയാണ്. അയക്കപ്പെട്ട വചനം ഇതിനകത്ത് മാനിഫെസ്റ്റ് ആകുകയാണ്. ഓ, സ്വീകരിക്കുക. Receive the word of God. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. Who's going to receive it? എത്ര Receive പേർ the പറയും, word. എൻ്റെ തലേ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ തലയിൽ എന്തോ ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നി കേട്ടോ. I was sitting here, I was ഈ experiencing ആലയത്തിനകത്ത് something മേഘം ഇറങ്ങി നിൽക്കുകയാണ്. because a cloud is moving here. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചിലവര് ഈ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഭയങ്കരമായ തലങ്ങൾ തുറക്കുന്നത് കാണാം. Because some of you are going to see new avenues open as you sit here. ജീവിതത്തെ മാറ്റാൻ പോകുന്നതാ. Because the anointing can change your life. അടുത്ത ഏതോ സെക്കൻഡുകൾ കഴിയുമ്പോൾ ചിലവർക്ക് ഇരിക്കാൻ പറ്റാതാകും കേട്ടോ. Some of you can കാരണം ഇത് നദി not പോലെ control പൊങ്ങുകയാണ്. yourself. It shall flow like a ഇത് river. നദി പോലെ പൊങ്ങുകയാണ്. It shall flow like a river. യെസ്, ആ നദി പോലെ നിന്നെ മൂടാൻ പോകുകയാണ്. It shall flow and cover you. യെസ്, അടുത്ത മിനിറ്റുകളിൽ നിന്റെ രോഗത്തെ ഈ നദി മൂടും. നിന്റെ പ്രശ്നങ്ങളെ ഈ നദി മൂടും. നിന്റെ പ്രതിസന്ധികളെ ഈ നദി ജയിക്കും. ഓ, വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. നദി ഒഴുകുന്നുണ്ട്, നദി ഒഴുകുന്നുണ്ട് ഇതിനകത്ത്. ആരോ അതിനെ റിസീവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. യെസ്, നിന്റെ തല ഉയരുന്നു, നിന്റെ തലയിൽ എണ്ണ ഒഴുകുന്നു. അടുത്തത് നിന്റെ പാനപാത്രം. യെസ്, നാളുകൾ വിടത്തില്ലെന്നും നാളുകൾ ഉയർത്തത്തില്ലെന്നും പറഞ്ഞ ചിലത് അത് ചലിക്കുന്നല്ലോ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. ഇതാ അഭിഷേകത്തിന്റെ തലങ്ങൾ തുറക്കുന്നു. അഭിഷേകത്തിന്റെ തലങ്ങൾ തുറക്കുന്നു. New avenues of anointing open. അഭിഷേകത്തിന്റെ തലങ്ങൾ തുറക്കുന്നു. New ways of anointing open. കർത്താവിന്റെ ദാസൻ ഇത് പടർന്ന് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് പടർന്ന് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലവർക്ക് ഇരിക്കാൻ പറ്റാത്ത നിലകളിലേക്ക്, ചിലവർക്ക് ഇരിക്കാൻ പറ്റാത്ത നിലകളിലേക്ക്. യെസ്, നദി നിന്നെ ഫ്ലോ, നദി നിന്നെ മൂടുകയാണ്. യെസ്, നിന്റെ ജീവിതത്തെ മാറ്റാൻ പരിശുദ്ധാത്മാവിനകത്ത് ഇറങ്ങി ചലിക്കുന്നു. The Holy Spirit is here വിശ്വസിക്കുന്നവർ മാത്രം. to change your life. മൂന്നാമത്തെ ഒരു തലം. There's a third level. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ. There's a third level. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സങ്കീർത്തനം ഹല്ലേലൂയ 45 അധ്യായം Psalms 46. എൻ്റെ കൂടെ ഹല്ലേലൂയ 45 അതിൻ്റെ 7ാമത്തെ വാക്യം. Verse 7. Psalms 46 verse 7. നീതി ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്യുന്നു. Psalms 45. നാളുകൾ ചിരിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നാളുകൾ സന്തോഷിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many who haven't smiled for many months. ഹല്ലേലൂയ. ഹസ്ബൻഡിന്റെ വേർപാടിൽ, മക്കളുടെ വേർപാടിൽ, അപ്പന്റെ അമ്മയുടെ വേർപാടിൽ ജീവിതം മുഴുവൻ കരഞ്ഞു തീർത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many who have wept their life because of losing their husbands, their spouse, their children, their loved ones. കഴിഞ്ഞ 7 വർഷമായി വളരെ ശക്തിയായിട്ട് ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് ഞാൻ. I've been ministering very powerfully for the past 7 years.
പലരും വന്ന് എന്നോട് പറയാറുണ്ട്, കരഞ്ഞു തീർന്ന എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആത്മാവിന്റെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. And I've heard many tell me that I've been weeping for a long time, but now I experience the joy of the ചിലവരോട് Lord. ചിലവർ പറയും, എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ ബാസ്, എൻ്റെ ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ. But some say, I just keep on crying and my life is full of sorrow. പക്ഷേ ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗിൽ ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, But tonight to one of you, the Holy Spirit നിന്നെ says, ആനന്ദ തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. He's going to anoint your head with oil നീ of ദൈവത്തിൽ gladness. സന്തോഷിക്കാൻ You're going to തുടങ്ങുകയാണ്. rejoice. നീ ദൈവത്തിൽ സന്തോഷിക്കാൻ You're going to തുടങ്ങുകയാണ്. rejoice the Lord. കൈ ഉയർത്തി പിടിച്ചുകൊണ്ട്, അപ്പാ Can you raise your hand എന്റെ and say, ജീവിതത്തെ Father, തിരിക്കുന്ന അഭിഷേകത്തെ ഞാൻ ഇതിനകത്ത് കാണുന്നു. I see this anointing that's ഹല്ലേലൂയ. flowing എല്ലാ here. ദിവസവും ജോലിയിൽ വളരെ വിഷമത്തിൽ വരുന്ന ഒരു ജീവിതമായിരുന്നു എന്റേത്. My life until now, I was to come back from work every day full of sorrow. മണിക്കൂറിൽ ഒരു ആനന്ദ തൈലം എന്റെ വെളിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. But I can sense the anointing of joy ഈ flowing. ജീവിതത്തിൽ സന്തോഷം കാണാൻ You're പോകുകയാണ്. going to see joy and happiness in ഒന്ന് your കൈ family. ഉയർത്തി പിടിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന Can you raise your hands and pray in your spirit? ഓ ഹരി, അഭിഷേകത്തിന്റെ വിവിധ തലങ്ങൾ നിങ്ങൾ കാണുകയാണ്. You're going to see different ഹരി, ആ phases of വിവിധ the anointing. തലങ്ങൾ നീ അനുഭവിക്കാൻ You're going to പോവുകയാണ്. experience this phase ഇത് of അറിയാം, anointing. ഞാൻ ഈ ആത്മാവിൽ കർത്താവിന്റെ ദാസന് എന്റെ ഈ മീറ്റിംഗിൽ ഞാൻ ഉടനീളം പറയുന്ന ഒരു വേർഡുണ്ട്. There is a word which I tell regularly in my meetings. ഹല്ലേലൂയ. ഈ വേർഡുകളെ നീ പ്രതികരിച്ച് സ്വീകരിക്കുമെങ്കിൽ, If you can respond to the word, നിനക്കിത് കാണാൻ മാത്രമല്ല you can അത് not only see അനുഭവിക്കാനും it, you പറ്റും. can experience it. അതേസമയം പ്രതികരിക്കാതെ കാഴ്ചക്കാരനെ പോലെ ഇരിക്കുന്നവന് നിനക്കത് കാണാനും കേൾക്കാനും പറ്റും, പക്ഷെ അനുഭവിക്കാൻ പറ്റത്തില്ല. But those who do not respond, they can see it and hear, but you cannot experience it. എന്റെ കൂടെ ചേർന്നുകൊണ്ട് റിസീവ് ചെയ്യുന്നവരുടെ അടുത്ത മിനിറ്റിൽ അത് അനുഭവിക്കാൻ പോകുകയാണ്. Receive the word of God. അടുത്ത മിനിറ്റിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ വചനം മാനിഫെസ്റ്റ് ആകാൻ It പോകുകയാണ്. shall manifest ഈ in വചനം your നിന്നിൽ life. വെളിപ്പെടാൻ പോകുകയാണ്. എന്നോട് നാളുകൾക്ക് മുമ്പേ ദൈവം പറഞ്ഞൊരു പദമുണ്ട്. The word which God spoke to me, കൃപാവര ശുശ്രൂഷ ചെയ്യുന്നയാളാണ് ഞാൻ. I do the ministry. കൃപാവരങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ ദാനമാണ്. Because these gifts, they are a gift of God. പക്ഷേ ദൈവത്തിന്റെ വചനം ദൈവമാണ്. But the word of God is God സ്വീകരിക്കാൻ ആരെങ്കിലും Himself. ഉണ്ടെങ്കിൽ You can receive that. ദൈവത്തിന്റെ വചനം ദൈവമാണ്. The word of God is അത് God നീ Himself. റിസീവ് ചെയ്താൽ If you receive the word of God, മാനിഫെസ്റ്റ് ചെയ്യും. it shall manifest over you. It shall manifest over you. കരഞ്ഞു തീർന്ന നിന്റെ ജീവിതത്തിനകത്ത് In your life full of ഇന്ന് വൈകിട്ട് sorrow, ഒരു തിരിവ് സംഭവിക്കാൻ പോകുന്നു. you're going to see a change. ഒരു ഭയങ്കര സന്തോഷത്തിന്റെ ടൈം. A time of great joy. സ്വീകരിക്കുക. നിന്റെ കുടുംബം സന്തോഷിക്കാൻ പോകുന്നു. Your family shall rejoice. നീ ചെല്ലുന്നിടമെല്ലാം സന്തോഷത്തിന്റെ തലങ്ങൾ തിരിയാൻ പോകുന്നു. Where you go, there shall നീ be joy. എവിടെ ചെന്നാലും അവിടെ ഒരു ആനന്ദത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് You can pray in the spirit. Please pray. എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് മുഴുവൻ Jesus. ഓ, Please pray. നാലാമത്തെ ഒരു തലത്തിലോട്ട് ഓടി വരികയാണ്. The fourth level. ന്യായാധിപന്മാരുടെ പുസ്തകം, Book of Judges. ഹല്ലേലൂയ. എന്റെ കൂടെ ഓടി വരുമോ? ന്യായാധിപന്മാരുടെ പുസ്തകം, ഹല്ലേലൂയ, ഹല്ലേലൂയ. 15-ാം അധ്യായം. Book of Judges chapter 15. ഹല്ലേലൂയ. വേഗത്തിൽ 15-ാം അധ്യായം അതിന്റെ 14 തുടങ്ങിയുള്ള വാക്യങ്ങൾ. Verse 14 onwards. അവർ ലേഹയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി. 15-ാമത്തെ വാക്യം. അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയിലെടുത്ത് കൈ നീട്ടി ഹല്ലേലൂയ എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ബന്ധിക്കപ്പെട്ടവനായി വന്നവൻ, Those who came, he who came bound. ശത്രു ആർപ്പിടുന്ന സമയത്ത്, And as the enemies were shouting and rejoicing, അവന്റെ മേളിലേക്ക് അഭിഷേകം അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു. see, the Spirit of Lord came upon him. ഇന്ന് വൈകിട്ട് ഈ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു എന്ന് നിനക്ക് മനസ്സിലായാൽ, When you understand that the Spirit of God നിന്റെ is മേളിൽ here, ഒരു മാനിഫെസ്റ്റേഷൻ ചലിക്കുന്നു എന്ന് നിനക്ക് when you മനസ്സിലായാൽ, understand there's a manifestation നീ of the Spirit of വിശ്വസിച്ചോ God, നന്മകൾ തരത്തിലെന്നും നന്മകൾ വെളിപ്പെടത്തില്ലെന്ന് പറഞ്ഞ നിന്റെ മേളിൽ ഇതാ കയറുകൾ പൊട്ടാൻ പോവുകയാണ്. you're going to see the cords ബന്ധനങ്ങൾ break കരിയാൻ out. പോവുകയാണ്. All bondages break out. റജിബറിന്റെ മോനോട് കർത്താവ് പറയുന്നു, നിന്നെ രോഗിയാക്കിയത് ഈ മിനിറ്റിൽ കരിയാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക.
യെസ്, ആത്മാവിന്റെ ഈ വചനത്തെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. You can receive the word of God. ഏതോ മിനിറ്റുകൾ നീ ബന്ധിക്കപ്പെട്ടവനായിരുന്നു, You were bound. ഏതോ മിനിറ്റിൽ നീ തകർക്കപ്പെട്ടവനായിരുന്നു. You were once destroyed. പക്ഷേ ഇന്ന് വൈകിട്ട് വെളിപ്പെടുന്ന ആത്മാവിന്റെ ശക്തി But the Spirit of God which നിന്നെ manifests മുമ്പോട്ട് tonight നടത്തുന്നത് അത്ഭുതത്തിലേക്കാണ്. shall lead you നീ forward തിരിച്ചറിയാൻ into പോകുന്ന ഒരു തീ victory. നിന്റെ മണ്ണിൽ വ്യാപരിക്കുന്നു. You're going to see a new fire ഒരു തീ revival. നിന്റെ മണ്ണിൽ വ്യാപരിക്കുന്നു. You're going to see a new fire ചിലത് manifest over കരിഞ്ഞു you. തീരുകയാണ്, Some are going to be burnt ചിലത് away. കരിഞ്ഞു തീരുകയാണ്. Some are going to be burnt away. അഭിഷേകം, The anointing, ആത്മാവിന്റെ ശക്തി the power of the ചിലവരുടെ മണ്ണിൽ Spirit പുതിയത് കൊണ്ടുവരുന്നു. shall bring new things. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് You should receive it. the power manifest ആകാൻ പോകുന്നു. Amen. power manifest ആകാൻ Power പോകുന്നു. shall manifest over you. ശക്തി വെളിപ്പെടാൻ പോകുന്നു. Power shall manifest യെസ്, over you. നിന്റെ മേലിൽ അത് വ്യാപരിക്കുകയാണ്. നിന്റെ വിലാപം നൃത്തമാകാൻ പോകുന്നു. May your sadness be നിന്റെ turned to ദുഃഖം joy. സന്തോഷമാകാൻ പോകുന്നു. May your weeping be പ്രാർത്ഥിക്കാൻ turned to ആരെങ്കിലും ഉണ്ടെങ്കിൽ gladness. ഈ കേൾക്കുന്ന വചനം The word of ഇത് God ദൈവമായി നിന്റെ മേലിൽ വെളിപ്പെടുന്നു. shall be revealed as God Himself. ഓ ശകതലകതലകടക. എന്റെ കൂടെ ഒറ്റ വാക്യം കൂടെ വായിച്ച് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരുമിക്കാൻ പോകുകയാണ്. Let me read one more verse before we move into experience these verses. How many of you are really thirsty? യേശു ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞു, In the last day of the Passover festival, Jesus said, ദാഹിക്കുന്നവരും എന്റെ അടുക്കൽ വാ, all those who are thirsty, come unto me, അവർ എന്നിൽ നിന്ന് കുടിക്കട്ടെ. and they shall drink from me. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് And for those who believe, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദികൾ as ഒഴുകട്ടെ. the word of God says, streams of living waters shall നദികൾ flow. ഒഴുകട്ടെ. The streams of ഞാൻ living ആത്മാവിൽ waters വിളിച്ചു flow. പറയുന്നു, ഇത് നദി ഒഴുകുന്ന സമയമാണ്. It's a time for flowing of എന്റെ the കൂടെ river. വിശ്വസിക്കാമെങ്കിൽ പവർ മൂവ് ചെയ്യുന്ന സമയമാണ്. If you can believe with me, it's a time നിന്റെ that the power തടഞ്ഞു of God, നിൽക്കുന്നതിന് മുഴുവൻ ഈ പവർ അറിയ നദി അറിയ മൂടാൻ തുടങ്ങും. whatever is stopping you, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നദിക്കകത്താണ് നീ നിൽക്കുന്നെങ്കിൽ, if you are in the river, ഒഴുകുന്ന നദിക്കകത്താണ് നീ if നിൽക്കുന്നെങ്കിൽ, you are in a moving നിന്റെ river, ജീവിതത്തിനകത്ത് ഇന്ന് പുതിയത് കർത്താവ് ചെയ്യും. you're going to see new things in your പുതിയത് life. ചെയ്യും, പുതിയത് ചെയ്യും. You're going to see new things being സ്വീകരിക്കാൻ done. പറ്റുന്നവരുണ്ടെങ്കിൽ അറിയ ഒരിക്കലും നിന്നെ മുമ്പോട്ട് വിടാതെ ലോക്കാക്കിയത് ചിലത്, Something that's been locked in your life. ലോക്കാക്കിയത് ചിലത് പവർ മാനിഫെസ്റ്റേഷനിൽ പൊട്ടിമാറും. ഓ പവർ മാനിഫെസ്റ്റേഷനിൽ തകർന്നു വീഴും. It shall be destroyed when the power of God moves. ഒരുമിച്ച് എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചേ. അറിയ യേശയ്യാവ് 10-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം, അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. The yoke shall set you free. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും? How many can believe it and say it? നുകത്തിന്റെ പ്രത്യേകത എന്ന് പറയും, കഴുത്തിൽ പൂട്ട് വീണാൽ You know this yoke, once it is on your neck, എത്ര ശ്രമിച്ചാലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. how much of you try, you cannot move forward. അതേസമയം കയ്യിൽ പൂട്ട് വീണാലും ഒരു ഭാഗം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. But if your hands are bound, you can at least move around a bit. കാലിൽ പൂട്ട് വീണാലും കുറച്ചെങ്കിലും മുമ്പോട്ട് പോകാൻ And if പറ്റും. your leg is bound, you can move around a bit. പക്ഷെ കഴുത്തിൽ പൂട്ട് വീണാൽ But if your മുമ്പോട്ട് neck പോകാൻ is bound, പറ്റത്തില്ല. you cannot move anywhere. അറിയാം, നിങ്ങൾ നോക്കി ഈ അറിയ ജോഗ്രഫി ചാനലൊക്കെ കാണുന്നവർക്ക് അറിയാം. If you see National Geographic, you will understand. ഈ ഹല്ലേലൂയ സിംഹവും അതേപോലെ തന്നെ പുലിയുമെല്ലാം തൻ്റെ മൃഗങ്ങളെ ഇരയെ പിടിക്കുന്നത് വാലിലോ കാലിലോ ഒന്നുമല്ല. You see these lions and tigers, they catch their prey not by catching onto their legs or hands. കഴുത്തിലാ പിടിക്കുന്നത്. They catch the neck. എത്ര സ്പീഡിൽ പോകുന്ന മാനും സ്റ്റക്കായി പോകും. However fast it is, even if it's a deer who runs very fast, ആരുടെ the moment മേലിൽ the neck is കിടക്കുന്ന caught. മുഖങ്ങൾ നിന്റെ ബിസിനസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. Some of your yokes have stopped your business. ആത്മാവിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. ലോക്കുകൾ അഴിയാൻ പോകുന്നത് എനിക്ക് കാണാം. ഒരുമിച്ച് എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകാം? പുഷ്ടി നിമിത്തം ഒരു പവർ മാനിഫെസ്റ്റേഷനിൽ നിന്റെ മുഖം തകർന്നു വീഴാൻ പോകുകയാണ്. The anointing shall set you. അഭിഷേകം നിന്നെ ഫ്രീ ആക്കാൻ പോകുകയാണ്. The anointing shall set you. അഭിഷേകം നിന്റെ കുടുംബത്തെ ഫ്രീ ആക്കാൻ The പോകുകയാണ്. anointing shall set your family free. നിന്റെ സ്പീഡ് വർദ്ധിക്കാൻ പോകുകയാണ്. Your speed shall increase. ആത്മാവിൽ ഒരു പവർ ആക്സിലറേഷൻ നിന്റെ മേളിൽ വ്യാപരിക്കാൻ പോകുകയാണ്. With a new acceleration ഒരു in your ഡിവൈൻ ആക്സിലറേഷൻ നിന്റെ മേളിൽ വ്യാപരിക്കാൻ പോകുകയാണ്. divine acceleration. 30 കിലോമീറ്ററിൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന നീ 120 കിലോമീറ്റർ സ്പീഡിലോട്ട് മാറാൻ പോകുകയാണ്. You're going to shift your gears and move fast. ഇന്നലകളിൽ നഷ്ടമായതിനെ നീ കവർ ചെയ്യാൻ പോകുകയാണ്. What you've lost in the extra years, you shall take it back. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ പവർ മാനിഫെസ്റ്റേഷനുകൾ സംഭവിക്കാൻ പോകുന്നു. നിന്റെ ആയുസ്സിനകത്ത് വർഷങ്ങൾ പിശാച് കൊണ്ടുപോയതിനകത്ത്
ഇന്ന് ഈ വൈകിട്ട് നീ തിരിച്ചു പിടിക്കുന്ന ഒരു അഭിഷേകം, an anointing to grab back what the devil has destroyed from your life. ഒരു ഡിവൈൻ ആക്സിലറേഷൻ ഇതിനകത്ത് സംഭവിക്കുന്നു. A divine കേറാൻ acceleration, പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിന്റെ മേളിൽ ഒരു പവർ നിന്റെ മേളിൽ അടിക്കുന്നുവെന്ന്. a new power to climb new heights, ഒരു പവർ നിന്റെ മേളിൽ അടിക്കുന്നു. a new power, ഒരു പവർ നിന്റെ മേളിൽ അടിക്കുന്നു. a new power. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ നദിക്കകത്ത് നിൽക്കുകയാണ്. If you are in this river, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ നിന്നാട്ടെ. can you please ഈ stand up? പ്രസംഗിച്ച വചനങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. Let this word of God manifest. ഒരുമിച്ച് എന്റെ കൂടെ നിന്ന് അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്റെ മേളിലേക്കും വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ, ജീവിതങ്ങളെ തിരിച്ചുവിടുന്ന ഹല്ലേലൂയ ഹോരേബുകൾ ഇതിനകത്തുണ്ട്. എങ്ങും എത്തിയില്ലെന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തെ അഭിഷേകം തിരിക്കും. നിന്നെ കറക്റ്റ് പാതയിലേക്ക് അഭിഷേകം കയറ്റും. The anointing shall lead you in the right way. നിനക്ക് പറ്റാത്തത് അഭിഷേകം ചെയ്യും. What you cannot do, the anointing shall എന്റെ കൂടെ do it for you. അഭിഷേകത്തെ ഓണർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓണർ ചെയ്യണം കേട്ടോ. Honor the സാധാരണമായ anointing. തലം തുറക്കും. Amen. എന്റെ കൂടെ ഒന്ന് പ്രാപിക്കാൻ ആരെങ്കിലും ഉണ്ടോ? Are you ready to receive with me? എനിക്കിത് ആവശ്യമാണ് കർത്താവ്. I need this, Lord. അങ്ങനെ ആഗ്രഹിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയാണ്, Those who really need this, കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കാൻ പോകുന്നു. those who wait upon the Lord shall renew നിന്റെ their മേലിൽ strength. വീഴുന്ന പുതപ്പുകൾ യോർദാനെ മുറിച്ചിരിക്കും. The blanket that fall over you നിന്റെ മേലിൽ shall വീഴുന്ന split പുതപ്പ് open the Jordan. തടസ്സങ്ങളെ മുറിച്ചിരിക്കും. The anointing over you shall bring വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ away. ഈ വൈകിട്ട് കർത്താവ് എന്നോട് പറയുന്നു, ഞാൻ ചിലവരെ മേലിൽ പുതപ്പുകൾ ഇടാൻ പോകുന്നു. I'm going to bring the anointing in some of you. ഇന്ന് വൈകിട്ട് ഒരു ഗ്ലോറി ക്ലൗഡ് നിന്റെ മേലിൽ വ്യാപരിക്കാൻ പോവുകയാണ്. A glory cloud is going to ഈ manifest അഭിഷേകം over you. നിന്റെ മേലിൽ വീണാൽ As the anointing falls on you, ഇന്നലെ വരെയും വന്ന പോരാട്ടങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റാതാകും. ഇന്നലെ വരെയും വന്ന രോഗശക്തികൾക്ക് നിന്നെ തൊടാൻ പറ്റാതാകും. the sicknesses you had കാരണം ഒരു yesterday കവറിംഗ് can നിന്റെ touch മേലിൽ you anymore. വ്യാപരിക്കുന്നു. A covering shall be over you. ഒരു കവറിംഗ് നിന്റെ മേലിൽ വ്യാപരിക്കുന്നു. A covering shall be over you. കരമൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? Can you raise your hands? നദി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാം. ദൈവാസന കർത്താവിനോട് പറയുന്നു, 6 വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ട മൂവുകൾ വീണ്ടും എക്സ്പെക്ട് ചെയ്യുക. ഈ കൂട്ടായ്മയിൽ ഓവർഫ്ലോ സംഭവിക്കാൻ പോകുന്നു. ഓവർഫ്ലോ സംഭവിക്കാൻ പോകുന്നു. ഇതിനകത്ത് വന്നവർ ഈ മീറ്റിംഗ് തീർന്നാലും സാന്നിധ്യം കാരണം പോകാൻ പറ്റാതെ പുറത്തിറങ്ങിയിരുന്ന് കരയും. അല്ലെങ്കിൽ അവർ വാഹനത്തിനകത്തിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ വരും. കാരണം ഇതിനകത്ത് നദി വർദ്ധിക്കാൻ പോകുകയാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു നദി ചെല്ലുന്നിടത്തെല്ലാം പ്രാണികളും ജീവിക്കും? ഇന്ന് വൈകിട്ട് ഏതൊക്കെയോ കുടുംബങ്ങൾ ജീവിക്കാൻ പോകുകയാണ്. ഏതൊക്കെയോ ഹല്ലേലൂയ ജീവിതങ്ങൾ മാറാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടുന്ന ഹല്ലേലൂയ ദാഹമുള്ളവരുണ്ടോ? ദൈവാസന എന്നെ കർത്താവ് ഒരു കാഴ്ച കാണിക്കുന്നു. ഈ ഫ്ലോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ അവർ ഹീബ്രുവും ഒന്നുമല്ല നോക്കുന്നത്. They don't look at the theory or the Greek and Hebrew. They look for the flow. They look for the river. നദി ആഗ്രഹിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, And those who really look for the river, don't keep quiet. നിന്റെ സീസൺ തുറന്നിരിക്കും. Your season shall എന്നോട് be കർത്താവ് full. പറയുന്നു, നദി ഒഴുകുന്നുണ്ടെങ്കിൽ If the river is flowing, നദിയെ തടയാൻ ഒന്നിനും കഴിയത്തില്ല. nothing can control the river. നദിയെ തടയുന്നതിനെ നദി കൊണ്ടുപോകും. ഞാൻ ആത്മാവിൽ കാണുന്നു വാസേ, അടുത്ത ആഴ്ചകളിൽ സർവീസുകളിൽ അണക്കെട്ട് ഡാം പൊട്ടുന്നത് പോലെ ആത്മാവിന്റെ പ്രവാഹം വ്യാപരിക്കും. ആത്മാവിന്റെ പ്രവാഹം വ്യാപരിക്കും. ശിഖത്തിലിയാം തേരിയ വിശ്വസിക്കുന്നവരെ മുഴുവൻ ആത്മാവിന്റെ പ്രവാഹം വ്യാപരിക്കും. സ്വർഗീയ തീ വ്യാപരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ അന്ത്യകാല അഭിഷേകം ഒന്ന് വിശ്വസിക്കുക. റിസീവ് ചെയ്യാൻ തയ്യാറാകുന്നവരുണ്ടോ? ഞാൻ കാണുന്നത് നിങ്ങൾ നദിയിൽ തന്നെ തുടരുമെങ്കിൽ, If you shall continue in the river, എതിർപ്പുകൾ കണ്ടെന്നിരിക്കാം. you might see challenges. ഓപ്പോസിഷനുകൾ You കണ്ടെന്നിരിക്കാം. might see oppositions. മല പോലെ വിഷയങ്ങൾ You കണ്ടെന്നിരിക്കാം. might see mountains. പക്ഷെ നദിയിൽ തന്നെ തുടരുക. But continue in the river. അല്പസമയം കഴിയുമ്പോൾ After some time, ആ പർവ്വതങ്ങളെ മൂടുന്ന നദിയെ നിനക്ക് കാണാൻ you പറ്റും. should see ആ a river that എതിരുകളെ shall മൂടുന്ന cover നദിയെ mountains. നിനക്ക് കാണാൻ You പറ്റും. should see a river that ആരോട് overcomes. പരിശുദ്ധാത്മാ പറയുന്നു, നദി പൊങ്ങുകയാണ്. The Holy Spirit, the river is നദി flowing. പൊങ്ങുകയാണ്. The river is rising.
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. I want to pray for you all. കാരണം അതേപോലെ ഒരു ആത്മാവിന്റെ ശക്തിയെ ചുമന്നുകൊണ്ടാണ് ഞാൻ വന്ന് Because I have come carrying that anointing. സൗഖ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. How many of you want healing in your life? സൗഖ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിയേ. Those who really want healing in your lives, just raise your hand. അവരവിടെ നിൽക്കരുത്, ഓടിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരണം, ഓടിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരണം. Can you come forward? Those who അവരവിടെ want healing. നിൽക്കരുത്, നിങ്ങൾ ഓടിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരണം. സൗഖ്യത്തിന് വേണ്ടി നിൽക്കുന്നവർ ഓടി ഫ്രണ്ടിലോട്ട് വരണം. ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നിന്റെ മുന്നിൽ വ്യാപരിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ ഈ രോഗികൾക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അവർ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണം. അതേപോലെ എനിക്ക് ഈ നദിക്കകത്ത് ജീവിക്കണം, എന്നിലൊരു അഭിഷേകത്തിന്റെ പുതിയ തലം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എന്നോട് കർത്താവ് പറഞ്ഞു, ഈ മകൻ സൗഖ്യമാകുന്നു. മോനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നേ. ഇവന്റെ മേളിൽ ഒരു ഭയങ്കര തലം തിരിയും. ഇവൻ രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമാകും. രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമാകും. രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമാകും. കണ്ണടച്ച് പറയുന്നത് നിന്റെ സമയമാണ്. എത്ര പേരുടെ കൂടെ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആവിയാനവരെ, ഓ മഹിമേ, ദേവ മഹിമേ, മേഘം പോലെ നിന്റെ കൈ ചലിച്ചു തുടങ്ങിയാണ് കേട്ടോ. നിന്റെ കൈ ചലിച്ചു തുടങ്ങിയാണ്. ബലമില്ലാത്ത നിന്റെ കയ്യിൽ ആത്മാവ് തൊടുന്നത് എനിക്ക് കാണാം. ബലമില്ലാത്ത നിന്റെ കയ്യിൽ ആത്മാവ് തൊടുന്നത് എനിക്ക് കാണാം. നദി കട്ടിയാകുന്നു. നദി കട്ടിയാകുന്നു. നദി കട്ടിയാകുന്നു. നദി കട്ടിയാകുന്നു. നദി കട്ടിയാകുന്നു. ഒരു മഹിമയിൽ മേഘം ഇന്ന് ഇടത്തെ മൂടുക. വർഷത്തിനോട് ചേർന്നുകൊണ്ട് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സൗഖ്യായ കൈ ഉയർത്തിക്കോ. സൗഖ്യായ കണ്ണടച്ച് മഹത്വം നിന്നെ തൊടുന്നു. Yes, fill your glory. 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 ആ തലയിലോട്ട് കൈ നേരെ വെച്ച, കൈ നേരെ വെച്ച് കൈ തിരിക്കാൻ പറ്റുന്നില്ല. കൈ തിരിയുന്നതിന്റെ ഒരു മഹിമയിനേകം இந்த இடத்தை மூடுதே. ഉറപ്പിച്ചു പിടിച്ചവിടെ, ഉറപ്പിച്ചു പിടിച്ച ഒരു മഹിമയിനേകം ആത്മാവാ ദൈവമേ മൂടുതേ. ഒരു മഹിമയിനേകം இந்த இடத்தை പ്രേകാകട്ടെ രോഗശക്തി. ഒരു മഹിമയിനേകം അവന്റെ കൈ തിരിഞ്ഞല്ലോ. കൈ തിരിഞ്ഞല്ലോ. തലയിൽ മുറുകെ പിടിച്ചവരുടെ കൈ തലയിൽ മുറുകെ പിടിച്ച് മുറുകെ പിടിച്ച് ബാക്കി കരങ്ങൾ ഉയർത്തി പിടിച്ച് അവന്റെ തലയിൽ സൗഖ്യം നടക്കുന്നു. അവന്റെ കൈ തിരിയുന്നു. എന്റെ കൈ തിരിയുന്നു പറഞ്ഞു. എന്റെ കൈ തിരിയുന്നു. യെസ്, വിശ്വാസ കണ്ണിൽ സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആവിയാനവർ കൈ തിരിഞ്ഞു. നിന്റെ യെസ്, ബലം വ്യാപരിക്കുന്നു. പൊക്കിയ കൈ, കൈ പൊക്കിയ, കൈ പൊക്കിയ, കൈ തൊക്കിയ, തലയിൽ കൈവച്ചവർ തലയിൽ കൈവച്ച് 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 ഒന്ന് കരമടിക്കാനുള്ളവരുണ്ടെങ്കിൽ കരമടിച്ച, കരമടിക്കാൻ പറ്റുന്നവർ കരമടിച്ച.